ഇവിടുന്ന് പോയ പിന്നെ സാം എന്നെ വിളിച്ചിട്ടില്ല. ഇനി അഥവാ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം സാം ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന്. മാഡം, നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. ഐറിൻ്റെ കേസിൽ നിങ്ങൾക്ക് നീതി കിട്ടിയിരിക്കും, അതെൻ്റെ ഉറപ്പാണ്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിയമത്തിൽ വിശ്വാസമില്ല. അത് പണ്ടേ ഇല്ലാതായതാ. നീ മീഡിയാസിനെ വിളിച്ചു വരുത്തി ഷോർക്കാണോ? എന്താ നോക്കി പേടിപ്പിക്കുക? എവിടെയാണ് രാജീവ്? എവിടെയാണ് നീ അവന്റെ ബോഡി കൊണ്ട് ഒളിപ്പിച്ചത്? രാജീവ് എവിടെയാണ്? സാറേ ഇൻവെസ്റ്റിഗേഷനൊക്കെ? ഇതെയാ ഫിറോസ് സാറിനെ വിളിക്കും. വേണ്ട സാറേ, എൻ്റെ മുകളിലെ കേസ് ഇനി ആരും അന്വേഷിക്കണ്ട. ഇളയത്തിക്കൊണ്ട സനുൽ, നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ കേസ് ഇപ്പം അന്വേഷിക്കുന്ന ഫിറോസ് സാറ് ഞാൻ വിളിക്കാം. പക്ഷെ നിങ്ങൾ സഹകരിക്കണം. പിന്നെ രാജീവിൻ്റെ കാര്യം, അതിൽ നിയമപരമായി കിട്ടാവുന്ന എല്ലാ അളവുകളും ഞങ്ങൾ സാമിന് ചെയ്തു. പാറ്റേൺ എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് സാറേ. പാറ്റേൺ കിട്ടിയിട്ട് സാർ ഓടി തുടങ്ങിയാൽ മതി. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. സാർ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. പുറത്ത് നിൽക്കുന്ന പത്രക്കാരെ വിളിച്ച് സാറിൻ്റെ ഒരു ബൈറ്റ് കൊടുക്കുമോ? എന്ത് ബൈറ്റ്? മരിക്കുന്നതിന് മുമ്പ് രാജീവ് എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ മോളുടെ മരണത്തിന് പിന്നിലെ രണ്ടാമൻ സാറാണെന്ന്. സാറിനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പകയുണ്ട് എനിക്ക്. പക്ഷേ പത്രക്കാരെ വിളിച്ച് എൻ്റെ മകളുടെ മരണത്തിൻ്റെ ഉത്തരവാദി സാറാണെന്ന് സമ്മതിച്ച ഇതിവിടെ തീരും. തനിക്കെന്താ പ്രാന്താണ്? ഞാൻ എന്ത് ചെയ്യുന്നതാണ് താനീ പറയാം? സാർ എന്ത് ചെയ്തു എന്നും എന്തിന് ചെയ്തു എന്നും എനിക്കും അറിയാം, സാറിനും അറിയാം. ചെല്, ആ പത്രക്കാരോട് പോയി പറ, എല്ലാം എല്ലാവരും അറിയട്ടെ. എന്തറിയാം ജോണി? ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. വിദ്യ ഫിറോസ് സാറിനെ വിളിക്കും. നിങ്ങൾ എൻ്റെ വഴിക്കെല്ലാം നീങ്ങുന്നെങ്കിൽ ഇനി ഇവിടുന്ന് സംഭവിക്കുന്നതിനെല്ലാം നിങ്ങളായിരിക്കും ഉത്തരവാദി.
പ്രശ്നം ഉണ്ടാകും തന്നെയാണ് തൻ്റെ വരവ്. എനിക്ക് സാറിൻ്റെ ഫോണൊന്ന് തരുമോ, ഒരു കോൾ ചെയ്യാൻ പ്ലീസ്? സാറ് പാസ്വേഡ് മാറ്റിയെന്നറിയാം. ഓ, ഈ നമ്പറിലോട്ട് സാറും വിളിച്ചിട്ടുണ്ടല്ലേ? മീഡിയ പിള്ളേർ തന്നായിരിക്കും. ഈ നമ്പറൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇനി ഇത് ആവശ്യം വരും. സെഡേഷൻ്റെ സമയം തീരാറായെന്നറിയാനാ. സാറിന്റെ മോനെ. ഹലോ ഫിലിപ്പേ, നീ ഇത് എവിടെയാ? എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. ഒരു പെട്ടി പോലെ ഉണ്ട്. പെട്ടി തന്നെയാണ്. സാറിന്റെ മോനെ ഞാനൊരു പെട്ടിയിലാക്കി കുഴിച്ചിട്ടിരിക്കുക. ഹലോ ഫിലിപ്പേ. ഹലോ ഹലോ ഫിലിപ്പേ. ഹലോ ഹലോ ഹലോ. എടാ കേക്കാവോ? ആ കേക്കാം കേക്കാം. എടാ ഫിലിപ്പേ, നീ പേടിക്കണ്ട, ഞാൻ കണ്ടുപിടിക്കുന്നന്നെ. ഈ ഫോണിന്റെ ചാർജ് തീരാറായി. ഇതിപ്പോ ഓഫോ? ഫിലിപ്പേ, ഞാൻ നിന്നെ വിളിക്കാം. ഫോൺ വെക്കല്ലേ പ്ലീസ്. ഫിലിപ്പേ, ഞാൻ നിന്നെ വിളിക്കാം. വിദ്യ, ഈ നമ്പറിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തോ വിളിച്ചു ചോദിക്കാം. ഓക്കെ സാർ. എവിടെയാടാ ഫിലിപ്പ്? സാറ് കണ്ടുപിടിക്ക്. മോനെ വെച്ച് വിളിക്കുന്നോളാം. ഫിലിപ്പോടെ പറയാൻ പറയടാ. മരണത്തെ ഭയന്ന് അവനെവിടെയെന്ന് പറയുന്നു കരുതിയോ? സർ പോയി സർ. ഏറിയാൽ എനിക്ക് അവശേഷിക്കുന്നത് 5 മിനിറ്റ്. എന്തിനാ സാർ ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആക്കുന്നത്? സാം, പ്ലീസ്. ഫിലിപ്പ് എവിടെ? ഞാനല്ല ഇരുന്ന്. എനിക്ക് രാജീവിനെ അറിയില്ല. ഐരൺ സാമുവൽ കൊലക്കേസിൽ സി ആന്റണി സേവ്യറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന 2 സുപ്രധാന CCTV വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഐരൺ കൊല്ലപ്പെടുന്നതിന് തലേദിവസം രാത്രി ആന്റണി സേവ്യറും പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന രാജീവും തമ്മിൽ കല്ലട ബാറിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. അവർ ഏകദേശം 10 മിനിറ്റോളം ഒരുമിച്ചുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പ്രകാരം ഐരൺ സാമുവൽ കൊല്ലപ്പെട്ട ദിവസം രാത്രി ഐരൺ സാമുവലിന്റെ വാഹനത്തെ പിന്തുടരുന്ന CA ആന്റണി സേവ്യറിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. സാറേ, എന്താ ഇതൊക്കെ? Can you delete Mr. Anthony?
നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?